വയനാട്ടിൽ ഏത് കുറ്റിച്ചൂലും മത്സരിച്ചാലും വിജയിക്കും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അജയ് തറയിൽ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നും ജയശങ്കർ പറയുന്നു. ടി സിദ്ദിഖ് വയനാട്ടിൽ കടുത്ത പ്രചരണം നടത്തുകയാണ്. പോസ്റ്റർ അടിയും തകൃതിയായി നടക്കുന്നു. മതിലെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് ബോധം വന്നതെന്നും ജയശങ്കർ പരിഹസിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ചുകൊണ്ടാണ് ജയശങ്കർ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യുപിയിലെ അമേഠിക്ക് പുറമെ കേരളത്തിലെ വയനാട് മണ്ഡലത്തിലും മത്സരിക്കുമെന്ന വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്ത തരംഗമാവുകയാണ്. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ വരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ മുൻപ് പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വയനാട്ടിൽ ഏത് കുറ്റിച്ചിൽ മത്സരിച്ചാലും ജയിക്കുമെന്ന വാക്കുപയോഗിച്ചാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നത്. വയനാട്ടിൽ ഏത് കുറ്റിച്ചൂൽ മത്സരിച്ചാലും ജയിക്കുമെന്ന് അജയ് തറയിൽ പറഞ്ഞപ്പോൾ നമ്മളാരും ഇത്രയും കരുതിയില്ല എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഫേസ്ബുക്കിൽ പറയുന്നത്. ഷാനിമോൾ ഉസ്മാൻ, ടി സിദ്ദിഖ്, വി പ്രകാശ് എന്നിങ്ങനെ ഏതാനും ലോക്കൽ നേതാക്കളെ ആ സമയത്ത് KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും പരിഗണനയിൽ ഉണ്ടായിരുന്നുള്ളൂ. സീറ്റിനു വേണ്ടി AI ഗ്രൂപ്പുകൾ തമ്മിൽ വമ്പിച്ച കടിപിടി നടന്നു. ഉമ്മൻചാണ്ടി ആന്ധ്രയിൽ നിന്ന് പറന്നു വന്നു. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് പിണങ്ങിപ്പോയി. ഒടുവിൽ ടി സിദ്ദിഖിന്റെ പേര് സർവസമ്മതമായി അംഗീകരിച്ചു. സിദ്ദിഖ് വയനാട്ടിലെത്തി പ്രചരണം തുടങ്ങി. മതിലെഴുത്ത് പകുതിയായി. പോസ്റ്ററിന്റെ അച്ചടി ശിവകാശിയിൽ തകൃതിയായി നടന്നു. അപ്പോഴാണ് രാഹുൽജിക്ക് വീണ്ടും വിചാരം ഉണ്ടായത്. അമേഠിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം കൂടി വേണം. വയനാടാണെങ്കിൽ ഉത്തമമെന്നും അഡ്വക്കേറ്റ് എ ജയശങ്കർ പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.